ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ വെക്കാമെന്ന് ഞങ്ങളും കരുതി. കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളും പറയുന്നുണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടേ. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാതിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിരിക്കുന്ന ലെഗ് പീസ് നമുക്ക് പോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഹന്നാമോളും ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് വരഞ്ഞു കൊടുക്കുന്നത്. ഇത് താമസിക്കുന്ന ഓർത്തിട്ടാവണം. ആക്ക് വിശന്നപ്പോൾ ഇരുന്ന് കഴിക്കുകയാണ്. നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാല എടുക്കാം. അതിനായി 1 സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഗരം മസാല. നമ്മളിവിടെ എരിവിന് ആവശ്യമായിട്ട് എടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളും കൂടി കഴിക്കേണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 സ്പൂണ് തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഒരു അരമുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിനീഗർ ചേർത്താലും മതിയാകും. ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറോളം ചിക്കനിൽ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം സമയം പോലെ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അതിന് ടേസ്റ്റ് കൂടുതലാണ്. എന്നാൽ ഇവിടെ കഴിക്കാനുള്ള കൊതിയുള്ളത് കൊണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ടും ഞാൻ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേന് ഒന്ന് വെക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം കാണാം. അതുപോലെ കൊതി വരുന്ന രീതിയിലാണ് വീഡിയോസിലൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ മസാലയൊക്കെ പുരട്ടി ആളെ റെഡിയാക്കി ചിക്കൻ വെച്ചിട്ടുണ്ട്. നമുക്കതൊരു ഫ്രൈ പാനിലേക്ക് വെച്ചിട്ട് തവയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ മതിയാകും. 1, 2, 3 സ്പൂണോ വെളിച്ചെണ്ണ മതിയാകും. നമുക്ക് ചെറിയ തീയിലിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നോക്കണം, അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായ സോസ് റെഡിയാക്കാം. അതിനായി പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ചീസ്, ഫ്രഷ് ക്രീം, ഒരു 1/4 സ്പൂണിൽ താഴെ പഞ്ചസാര, ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ സൺഫ്ലവർ ഓയിൽ ചേർക്കണം. 1 സ്പൂൺ പാലും കൂടി ചേർക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഫ്രൈ ആയി വന്നിരിക്കുന്ന ചിക്കനിലേക്ക് ഈ സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇവിടെ ഞങ്ങൾ ചപ്പാത്തിലൂടെയാണ് ചേർത്തത്. എടുത്തതറിഞ്ഞില്ല, അപ്പോഴേ പാത്രം കാലിയായി. ചിക്കൻ തയ്യാറാക്കാൻ വളരെ എളുപ്പമാകും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിലൂടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.